we were young, breaking every rule they made. I never changed what we done. It made us who we are today. I'm taking every chance I get to make us who you won't forget. Who we are, who we are. Never be yours. Remember we used to run to the corner of 69. Yeah, they would come chasing us. We find a new place to hide out. What gift of grace is Jesus, my Redeemer? There is no more for heaven now to give. He is my joy, my righteousness and freedom, my steadfast love, my deep and boundless peace. To this I hold, my hope is only Jesus. For my life is wholly bound to Him. Oh, how strange and divine, I can sing, all is mine, yet not I, but through Christ in me. The night is dark, but I am not forsaken. For by my side, the Savior, He will stay. I labor on in weakness and rejoicing, for in my need His power is displayed. To this I hold, my shepherd will defend me. Through the deepest valley He will lead. Oh, the night has been won, and I shall overcome, yet not I, but through Christ in me. Only to Jesus I ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോഴുള്ള ഒരു സഹിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഹിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും
അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ റിജോയെയും മേഘയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി മാറിയ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകുമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളോരോരുത്തരെയും ഞങ്ങൾ ദൃഷ്ടിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നാമിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യവാഴ്ത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഹൃദയവും മാറിയവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവസ്മരണ ഞങ്ങളുടെ നിലനിൽക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Every now and then, for eternity, God bless the day when He gave me you. Every now and then, for a lifetime, I'll bless this day and cherish your faith in me. Pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you, breathe with you all my days. The road may be rough, vague and dark, bleak and tough, I promise to cherish you with all my heart. In all my dreams, my earnest hope, I wish you well every minute, every day.
തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമുടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്നാണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാ വസ്ത്രം കൊടുത്ത അവിടെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ
പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുകയും. അറിയിച്ചോ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വിവാഹം എന്നത്. ഇന്ന് നമ്മുടെ സഭയിൽ തന്നെ ഏതാണ്ട് 2 ലക്ഷം യുവാക്കൾ കല്യാണം കഴിക്കാൻ നൽകുന്നതെന്നറിയുന്നു. ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് 2 ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാതെ കല്യാണം കഴിക്കാനാണ്. നിങ്ങളെ ദൈവമായ ദൈവം അനുഗ്രഹിച്ച് ഒരു പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുകയാണ്. വേണ്ട പോലെ ഒരുങ്ങി വാർവേദിയിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുതിയ കുടുംബത്തിന്, നല്ല ഒരു കുടുംബത്തിന് ആരംഭം കുറിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. വിവാഹത്തെക്കുറിച്ചൊക്കെ അതിന് മുൻപ് പല സങ്കല്പങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഫലമണിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് 2 പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്. അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വിവാഹ ജീവിതത്തിലാണ്. കൂട്ടുകാരായി നടക്കുമ്പോൾ, പ്രണയിച്ച് നടക്കുമ്പോൾ പറ്റിയില്ലെങ്കിൽ നേരിട്ട് പഠിക്കുമ്പോഴാണ് നമ്മുടെ മലയാള ഭാഷ തേപ്പ് കഴിഞ്ഞ് പോയി അത്രേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ തേച്ച് പോകാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ പ്രതിജ്ഞ ചെയ്യും, ഇന്ന് മുതൽ മരണം വരെ ഒരുമിച്ച് പോകാമെന്നാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ആ പ്രതിജ്ഞ ഒരിക്കലും തെറ്റാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. അത് നമ്മൾ വായിച്ചിരിക്കുന്നത് പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നോ അവരെല്ലാവരും ഒരു ശരീരമായി തീരുമെന്നുമാണ് യേശു നമ്മൾ പഠിപ്പിച്ചത്. വിനോദനാഥൻ തന്നെ പറഞ്ഞു, മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോയാൽ വലിയ കുഴപ്പം പൊട്ടിത്തെറിയൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ഹോബികളൊക്കെ വ്യത്യാസമുണ്ടാകും. അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറയുന്നത് അത്ര എളുപ്പമാണ്. സാധാരണ അതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അതിനെ അത്ര എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസമുണ്ടാകും. നമ്മൾ ടി വിയിലൊരു പരസ്യം കണ്ടിട്ടുണ്ടാകും. ഭാര്യയാണ് പറയുന്നത് ഭർത്താവിനോട്, നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമുണ്ടല്ലേ, നിങ്ങൾക്ക് ചായയാണ് ഇഷ്ടം, എനിക്ക് കാപ്പിയാണ് ഇഷ്ടം, ഞാൻ നിങ്ങൾക്കൊരു ചായ ഉണ്ടാകും. ഉടനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാപ്പി ഉണ്ടാകും. കേട്ടിട്ടില്ലേ? ഇതിൻ്റെ പരസ്യമാണ്, അമൂല്യ മിൽക്ക് പൗഡറിൻ്റെ പരസ്യമാണ്. വലിയ അർത്ഥമുണ്ട് ആ പരസ്യത്തിൽ. ചിലപ്പോഴൊക്കെ ശാഠ്യം പിടിക്കാറുണ്ട്. അതെ, പുരുഷന്മാരാണ് കൊടുക്കുന്നത്. ഇത് ഇനി എൻ്റെ വീടാണ്, ഇവിടുത്തെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സമ്മതിച്ചോ, ഞാൻ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് പലപ്പോഴും പറയുക. വഴക്കിൻ്റെ ആരംഭം അവിടെയാണ്. നേരെ കുറിച്ച് ഈ പരസ്യത്തിൽ കാണുന്നത് പോലെ ഭർത്താവിന്
ചായയാണ് ഇഷ്ടമെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുക. ഭാര്യയ്ക്ക് കാപ്പിയാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിച്ചോളൂ, കുഴപ്പമില്ല. നീ ചായ തന്നെ കുടിക്കുന്നതിന് മുതലെന്ന് ഭർത്താവ് നിർബന്ധിക്കാൻ പറ്റുമോ? ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അനുഗ്രഹകാരനാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും പുതിയ സഹോദരി ഈ വധുവരന്മാർ വിവാഹമെന്ന ഭൂദാശയാൽ ബാധിതരാകാൻ പോകുന്നു. ഈ ഭൂദാശയോടെ പരിഗണന ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ വരുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ നിന്ന് വാഴ്ത്തുന്നു. ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി ഇനിയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേഘയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേഘ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഈശോയെ നിന്റെ കർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമാണ് പരസ്പരം വലതുകരം ചേർത്ത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പുരുഷനും വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിസ്ഥിതിരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളവുമായി തീരട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മന്ത്രം കൃപാവരത്തിൻ്റെ അനിശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാനേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യുന്നു. ആമേൻ.
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലവരിച്ച് ആശീർവാദം സ്വീകരിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ നിശ്ചിത എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുവോസ്തിയാൽ ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ തിരുഭോജ്യമാം സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകളരണമേ. അപരാധയും സ്വാതായും അഭേയമായ ഇവരോട് ലഭിച്ച പരിവാരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ഈ ദമ്പതിമായ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ നിയമത്തിന്റെയും തിരുകുടുംബത്തിൽ നായകന്മാരായ മധ്യസ്ഥം ഇവരുടെ കുടുംബ
പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്വർഗ്ഗത്തിലെ നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്യുന്നതായിരുന്ന ദൈവം വാഴ്ത്തപ്പെട്ടുണ്ടാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ഈശോയുടെ ആവിർഭാവം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നമ്മുടെ ശരീരത്തിലെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഈ ഉദാശ നമ്മളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യങ്ങൾക്ക് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ ഞങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒന്നു ചേർന്നപ്പോ ഇവിടെ ഇന്നിവർ ഒരു കുടുംബമായി ദൈവമാണ് ചേർത്തതെന്നറിഞ്ഞ നേരമാ കരം ഗ്രഹിച്ച് രണ്ടുപേരും ഒരു ശരീരമാ. രണ്ടു താരകം ഒന്നു ചേർന്നപ്പോൾ ഇവിടെ ഇന്നിവർ ഒരു കുടുംബമാ ദൈവമാണു ചേർത്തതെന്നറിഞ്ഞ നേരമാ കരം ഗ്രഹിച്ചു രണ്ടുപേരും ഒരു ശരീരമാ. മിന്നിൽ മുദ്രിതമായ കുരിശിൻ ശക്തി നിറഞ്ഞിനി ജീവിക്കൂ. മിന്നിൽ മുദ്രിതമായ കുരിശിൻ ശക്തി നിറഞ്ഞിനി ജീവിക്കൂ. Never was a leader, never had a thing for fairy tales. I'm really a believer. No. Small voice in the choir. Guess I never dared to know myself. Can my heart be quiet? No. But then there was you. Yeah, then there was you. Pull me out of the crowd. You were telling the truth. Yeah. I got something to say now. Cause you told me that there's no way I couldn't go, nothing I couldn't do. Hey, yeah. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. You put a crack in your shadows, and you told me it's okay to be the light. Don't have to swim in the shallows. No.
and I'm gonna get drunk with you. When we lie so still, but you're taking me places, holding me on to you. And we don't care who's watching us, baby. Then it was you, then it was you, then it was you. Pull me out of the crowd, you were telling it true, telling it true. I got something to say now, 'cause you tell me that there's no way I couldn't go, nothing I couldn't do. No, 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 no. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing our speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. In capital letters. In capital. ശിശിരകാലം മഞ്ഞു തൂകി പുലരിപ്പു മെല്ലെ മെല്ലെ ഇതിലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിന്നറുതേം നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ Let's welcome the newly wedded couple to the stage. നമുക്ക് ഇനി നമ്മുടെ റിജോ ചേട്ടനെ പരിചയപ്പെടാം. റിജോ graduated BTech in Electronics and Communication at Access College of Engineering and Technology. He completed MSc in Visual Communication and currently working as a creative designer in Omnicuris Healthcare at Bangalore. You guys please be seated. ഇനി നമുക്ക് മേഘ ചേച്ചിനെ പരിചയപ്പെടാം. മേഘ completed BSc in St. Joseph College in Nalgoda and BEd in Palpu Memorial Training College, Kodingalur, and currently studying MSc Biotechnology at Estate College, Manali. ഈ ഒരു ദിവസം നമ്മളെക്കാൾ ഇവരെക്കാൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഇന്ന് ഇവരുടെ പാരൻസ് തന്നെയാണ്. സോ
ഏറെ ബഹുമാനത്തോടും ആദരവോടും അതോടൊപ്പം തന്നെ നല്ലൊരു കയ്യടിയോടും കൂടെ റിജോന്റെ പാരന്റ്സ് ആയ റോബിൻ അങ്കിളിനെയും സൂജ ആന്റിയെയും വെൽക്കം ചെയ്യുന്നു. You guys please come on. ചീനിയർ ഫാമിലിയിലെ ലവിംഗ് ആൻഡ് കെയറിംഗ് പേഴ്സൺ ആണ് നമ്മുടെ റോബിൻ അങ്കിൾ. ഫോർമർലി ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്സ് അറ്റ് കൊടുങ്ങല്ലൂർ. സൂജ ആന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ സ്വീറ്റ് മം. എല്ലാവരോടും നല്ല ഒരു സ്വീറ്റ് ബിഹേവിയർ ആണ് സൂജ ആന്റിക്ക്. ചെറുപ്പം മുതൽ തന്നെ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പലഹാരങ്ങളായി പറയുന്ന ഒരു സൂജ ആന്റിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് തീറ്റിക്കാണ്ട് കിട്ടില്ല. Currently working as a teacher at Holy Family School, Putanjara. And now let's welcome Mega's family, Pete Stronger and Joyce Auntie to the stage. Supporting father to Mega and Joyce Auntie. She's a homemaker and a sweet mom to Mega. And now we welcome Rijo's brother to the stage, Jibin. എന്തിനും ഏതിനും റിജോ ചേട്ടന് ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരനും സഹോദരനുമാണ് ജിബിൻ ചേട്ടൻ. He passed BTech Mechanical Engineering at Universal College of Engineering, currently working as a quality engineer at Euros GBM Private Limited at Chennai. Now we welcome Mega's brother Aljo to the stage. He is doing BTech in Computer Science at Sahidya College of Engineering. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ദീപം തെളിയിക്കൽ. ഈ ദീപത്തിന്റെ പ്രകാശം പോലെ ഇവരുടെ ജീവിതവും പ്രകാശപൂർണ്ണമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവരുടെ ഈ ചടങ്ങിലേക്ക് ഒത്തുചേരാം. നവവധുവരന്മാരും മാതാപിതാക്കളും ഈ സെറമണിയിലേക്ക് ക്ഷണിക്കുന്നു. ദിനപ്രതി വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നവവധുവരന്മാർ വൈൻ പങ്കുവെക്കുന്നതിലൂടെ അവരുടെ സ്നേഹവും കരുതലും വിശ്വാസവുമെല്ലാം ഇവർ പങ്കുവെക്കുകയാണ്. ഈ വൈൻ പോലെ മധുരവും കലർപ്പും നിറഞ്ഞ ജീവിതത്തിൽ എന്നെന്നും ഒന്നിച്ച് സ്നേഹത്തോടെ നിലനിൽക്കാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. വൈൻ കപ്പിൾസിന് ഓഫർ ചെയ്യുന്നതിനായി ബ്രദേഴ്സായ ജിബിൻ ആൻഡ് അജോയെ ക്ഷണിക്കുന്നു. ഇരുവരും പരസ്പരം കളവ്
റിജു ആൻഡ് നീല ഈ ചടങ്ങ് നിർവഹിക്കുന്നതാണ്. കനവിൻ കൂടേറാനിന്നാരെ കണ്ണാടിച്ചില്ലേ പിന്നിൽ കാണാമെന്നെ ഈ കാണാ കാറ്റിൻ പാട്ടായി നീയോ വാതിൽ നീക്കും പുതിയൊരു ലോകം മുന്നിൽ തൂവൽ നിലാവായി നീ ചേരവേ പാറുന്നോ പാറുന്നോ തെന്നലായൻ വെയിൽ വേനലാരാ വിളിക്കാതെ താനേ വിരുന്നെത്തി നീ കാതോർത്ത നേരങ്ങളെ ചാരത്ത് വന്നെത്തിയെന്നോ നെഞ്ചാകെ ആനന്ദമേളങ്ങൾ കേട്ടോ മനമേ ആലോലം ഇന്നാരോ കനവിൻ കൂടേറും തൂമഞ്ഞാ കണ്ണാടിച്ചില്ലേ പിന്നിൽ കാണാമെന്നെ ഈ കാണാ കാറ്റിൻ പാട്ടായി നീയോ വാതിൽ നീക്കും പുതിയൊരു ലോകം മുന്നിൽ തൂവൽ നിലാവായി നീ ചേരവേ ആലോലം നീ പാറുന്നു
നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരുമനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ മാരിമുകിലേ കൂടെ പൊഴിയൂ സ്നേഹം പുതയ്ക്കുന്ന രാവിൽ അരികെ. ഹിമമലരുകൾ മെയ്യും കൂട്ടിൽ നീയും ഞാനും മാത്രം ശ്വാസങ്ങൾ വേഗം തേടുന്നു. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്നു പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും ഇഴിച്ചിന്തിമായുന്നു നാണം പൊതിയേ.
പ്രിയമുള്ള ശ്രുതിയാവാം. നിലവുകളെല്ലാം പ്രാവായി കുറുകുവിനേരം ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന്ന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ഭാവുകം. ചിരികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന് പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി തിരിനാളമായ താരകങ്ങൾ പോലും വിഴിച്ചിമ്മിമായുന്നു നാണം പൊതിയേ. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന് പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി തിരിനാളമായ താരകങ്ങൾ പോലും വിഴിച്ചിമ്മിമായുന്നു നാണം പൊതിയേ. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ അഴകേ അഴകേ. പകലോ രാത്രിയോ ഒന്നും தெரியாതെ മഴയോ വെയിലോ ഒന്നും നോക്കാതെ നിൻ പിറകെ പോന്നു ഞാൻ ഹൃദയം തന്നു ഞാൻ നിൻമിഴിതൻ മയിലാട്ടം എന്നെഞ്ചിൻ കൂട്ടിലോ പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ
ചെയ്തു അങ്ങേ ഉദ്ധരിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സ്വന്തമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രവേശിക്കണമേ. ആത്മീയ ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വതന്ത്രമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ശിക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവസ്ഥാന ഞങ്ങളിൽ നിർത്തുകയും ചെയ്യട്ടെ. ഈശ്വരനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലെ ദിനങ്ങൾ, പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാടുമീ മനസ്സിൻ ചില്ലയിൽ തുടുക്കും ചായമേകിയോ എന്നാദ്യമാ. പൂങ്കാറ്റിൻ്റെ ഈ താരാട്ടിലലിയാൻ വന്നിടാ, ഈറൻവെയിൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാ. അരുതേ കനവേ ഇനി മായരുതേ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേ